ജിൻഡോയുടെ അടുത്ത് സായിയും സിജോയും അഭിഷേകും ഋഷിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ നന്ദനയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദനയുടെ പല പെരുമാറ്റങ്ങളും പല കാര്യങ്ങളും അവിടെ ഇഷ്ടമല്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്, അത് നന്ദനയുടെ അടുത്ത് ജിൻഡോ തന്നെ തുറന്നു പറഞ്ഞോളൂ, ഇപ്പൊ ജിൻഡോ പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് ജിൻഡോ അവിടെ പറയുന്നുണ്ട്, അവിടെ നന്ദന പണപ്പെട്ടിയും കൊണ്ട് പോകും എന്നുള്ളത് നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്, അതങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള തരത്തിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞു ശരിയാണ്, പക്ഷേ നന്ദനയുടെ മനസ്സിലേക്ക് അത് മറ്റൊരു രീതിയിൽ കുത്തിവെച്ച് കൊടുത്തത് വേറൊരാളാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നന്ദന ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും അറിയാം. അത് ജിൻഡോ ബ്രോ പറഞ്ഞു കൊടുത്ത രീതിയുടെ കുഴപ്പമാണ്, പക്ഷേ പിന്നീട് അവൾ മനസ്സിലാക്കുമായിരിക്കും. അപ്പൊ അവിടെ ജിൻഡോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിന്റെ അടുത്ത് പണപ്പെട്ടിയുമായിട്ട് പോകാനായിട്ട് പറയേണ്ട ആവശ്യകത എന്തിരിക്കുന്നു എന്നാണ് ജിൻഡോ അവിടെ ചോദിക്കുന്നത്. അപ്പൊ സിജോ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആവശ്യം ആ കുട്ടിക്ക് ഒരു വീട് എന്നുള്ളതാണ്. ആ വീട് ഉണ്ടാക്കണമെങ്കിൽ ആ കുട്ടിക്ക് ആ പണപ്പെട്ടിയുടെ ആവശ്യകതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത്. അല്ലാതെ അവിടെ ടോപ്പ് 5 വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടെന്ന് ജിൻഡോബ്രയ്ക്ക് തോന്നുന്നുണ്ടോ? ഇനി അതും പോട്ടെ, അവിടെ ടോപ്പ് 5 നന്ദന വരുമെന്ന് ജിൻഡോബ്രയ്ക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സായി അവിടെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ ടോപ്പ് 5 നന്ദന വന്നാൽ തന്നെ കപ്പ് വിട്ടുകൊടുക്കാൻ ജിൻഡോ ബ്രോ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ജിൻഡോ ഉത്തരമൊന്നും പറയുന്നില്ല. അപ്പൊ ടോപ്പ് 5 വന്നിട്ട് എന്ത് ഗുണമാണുള്ളത്? കപ്പ് കിട്ടുന്ന 1ാം സ്ഥാനക്കാർക്ക് ഗുണമുണ്ടാവും, അല്ലാതെ ബാക്കി വരുന്ന ആൾക്കാർക്ക് എന്ത് ഗുണമാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടെ സിജോ ചോദിക്കുന്നത്. ഇനി പോട്ടെ, ടോപ്പ് 1 കഴിഞ്ഞ് ടോപ്പ് 2 എന്തെങ്കിലും ഗുണമുണ്ടാവും, സെക്കൻഡ് അല്ലേ എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളവർക്ക് എന്ത് പോസിറ്റീവ് ഗുണമാണ് അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല 3, 4, 5 സ്ഥാനക്കാർക്ക്. അതിലും ബെറ്റർ ആണ് അവിടെ പണപ്പെട്ടിയും കൊണ്ട് പോകുന്നത്. പണപ്പെട്ടി ഒരാൾ എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഒരു ടോക്ക് ഭയങ്കരമായിട്ട് എല്ലാവരുടെ ഇടയിലുണ്ടാവും, എല്ലാവരും അതറിയും, എല്ലായിടത്തും ആ പണപ്പെട്ടി കൊണ്ട് പോയി എന്നൊരു കാര്യം വരും, ആ കാശ് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പണപ്പെട്ടിയാണ് ബെറ്റർ ഓപ്ഷൻ ടോപ്പ് 5 വരുന്നതിനേക്കാൾ എന്നാണ് അവിടെ നിന്ന് സിജോയും സായും ജിൻഡോയുടെ അടുത്ത് പറയുന്നത്. അതിനിടയിൽ കൂടെ സായി ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത്, ജിൻഡോ ബ്രോ കപ്പ് വിട്ടുകൊടുക്കുമോ നന്ദനയ്ക്ക് എന്ന്. അപ്പൊ ജിൻഡോയ്ക്കാണ് ഏകദേശം കപ്പ് എന്ന് അവിടെയുള്ള ഏവർക്കും അറിയാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.